നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ആരോപണങ്ങളുമായി കോടതിയെ സമീപിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഇനി പറയാൻ പോകുന്നതാണ് അതിന് കാരണം. എത്ര വോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്? ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചപ്പോൾ പ്രസിദ്ധിക്കായി കോടതിയെ ഉപയോഗിക്കരുത്. ബീഹാർ തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിദഗ്ധനും ജൻസൂരജ് പാർട്ടി അധ്യക്ഷനുമായ പ്രശാന്ത് കിഷോർ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞ വാക്കുകളാണിത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുൻ നിതീഷ് കുമാർ സർക്കാർ സംസ്ഥാനത്ത് ചില ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതികൾ വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെടുകയും ജനകീയമാവുകയും ചെയ്തിരുന്നു. ഈ പദ്ധതികളുടെ പേരിലാണ് NDA തെരഞ്ഞെടുപ്പ് വിജയിച്ചതെന്നും ഈ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അസാധുവാക്കണമെന്നുമായിരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ ആവശ്യം. ഇതാണ് സുപ്രീം കോടതി രൂക്ഷ വിമർശനത്തോടെ എടുത്ത് തോട്ടിലെറിഞ്ഞത്. BJPയുടെ ജനകീയ അടിത്തറയിലും തെരഞ്ഞെടുപ്പ് വിജയത്തിലും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കേറ്റ തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി. BJP വിജയിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവരുടെ ഉദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുമ്പ് ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നത് എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ്. 5 വർഷത്തെ ഭരണകാലത്ത് എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്താലും അവസാന നാളുകളിൽ നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കും എന്നതാണ് ഇതിന് കാരണം. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് അത് നിയമവിരുദ്ധവുമല്ല. എന്നിട്ടും നിതീഷ് കുമാർ പ്രഖ്യാപിച്ച പദ്ധതികൾ കാരണം തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രശാന്ത് കിഷോർ കോടതിയിൽ പോയത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി തുടങ്ങിയവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തത്. ഇതോടെ പ്രശാന്ത് കിഷോർ ഹർജി പിൻവലിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി മഹിളാ യോജന എന്ന പദ്ധതിയാണ് പ്രശാന്ത് കിഷോറിനെ ചൊടിപ്പിച്ചത്. ഈ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ അർഹരായ 25 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപയുടെ ധനസഹായം ലഭിച്ചിരുന്നു കഴിഞ്ഞ നിതീഷ് കുമാർ സർക്കാരിൻ്റെ കാലത്ത്. ഈ പ്രഖ്യാപനത്തെ അതുപോലെ അനുകരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 1000 രൂപയുടെ സമാനമായ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചത്. അത് കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം വളരെ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിക്കുകയും ചെയ്തു. 243 അംഗ നിയമസഭയിലെ 242 സീറ്റുകളിലും പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടി മത്സരിച്ചു. എങ്കിലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല. NDA തരംഗം കണ്ട തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ സ്വാധീനമുണ്ടാക്കും എന്ന അവകാശവാദം ഉന്നയിച്ച ജൻസൂരജ് പാർട്ടി തകർന്നടിയുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നയാളാണ് പ്രശാന്ത് കിഷോർ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞത് പ്രശാന്ത് കിഷോർ ആയിരുന്നു. നിരവധി പാർട്ടികൾക്കൊപ്പം പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു പ്രൊഫഷണലായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം രൂപീകരിച്ച പാർട്ടിക്ക് വോട്ടർമാരുടെ വിശ്വാസം നേടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. 243 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 202 സീറ്റുകളും നേടി NDA വലിയ വിജയമാണ് നേടിയത്. 89 സീറ്റുകൾ BJPയും 85 സീറ്റുകൾ ജനതാദൾ യുണൈറ്റഡും നേടിയിരുന്നു. 19 സീറ്റുകൾ നേടിയ ലോക് ജനശക്തി പാർട്ടിയും NDAയിൽ താരമായി. ബീഹാർ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ലാലു പ്രസാദ് യാദവിൻ്റെ RJDയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാം ഉൾപ്പെടുന്ന മഹാഗഠബന്ധൻ വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങിയിരുന്നു. RJDക്ക് വെറും 25 സീറ്റുകളും കോൺഗ്രസിന് വെറും 6 സീറ്റുകളുമാണ് ലഭിച്ചത്. ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും പ്രതിപക്ഷ മുന്നണി നാമാവശേഷമായ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബെന്ന് വിശേഷിപ്പിച്ച് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണവുമായി രംഗത്ത് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബീഹാറിലുടനീളം യാത്ര നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.